قل هو الذي أنشأكم وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون. നബിയെ പറയുക, നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കുകയും നിങ്ങൾക്ക് കേൾവിയും കാഴ്ചകളും ഹൃദയങ്ങളും ഏർപ്പെടുത്തി തരുകയും ചെയ്തവനത്രേ അവൻ, അഥവാ അല്ലാഹു. നന്നേ കുറച്ചേ നിങ്ങൾ നന്ദി ചെയ്യുന്നുള്ളൂ. قل هو الذي ذرأكم في الأرض وإليه تحشرون. പറയുക, നിങ്ങളെ ഭൂമിയിൽ പെരുപ്പിച്ചുണ്ടാക്കിയവൻ അവനത്രേ, അവനിലേക്ക് തന്നെ നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യുന്നു. ويقولون متى هذا الوعد إن كنتم صادقين. അവർ അവിശ്വാസികൾ പറയുന്നു, എപ്പോഴാണ് ഈ ഒരുമിച്ച് കൂട്ടുമെന്ന വാഗ്ദാനം? നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ കേൾക്കട്ടെ. قل إنما العلم عند الله وإنما أنا نذير مبين. പറയുക, നിശ്ചയമായും ആ അറിവ് അള്ളാഹുവിന്റെ പക്കൽ മാത്രമാകുന്നു. ഞാൻ സ്പഷ്ടമായ ഒരു താക്കീതുകാരൻ മാത്രമാണ്. 23 മുതൽ 26 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന ആ ദിവസം എപ്പോഴാണെന്ന് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. എനിക്കോ മറ്റാർക്കെങ്കിലുമോ അതറിയുകയില്ല. എന്റെ ചുമതല നിങ്ങളെ വ്യക്തമായി താക്കീത് ചെയ്യൽ മാത്രമാണ്. പക്ഷേ ഒരിക്കൽ അത് അനുഭവപ്പെടുമെന്ന കാര്യത്തിൽ സംശയിക്കേണ്ട. അതിന്റെ സമയത്തെക്കുറിച്ചല്ല, അതിനെ തുടർന്നുണ്ടാവാനിരിക്കുന്ന ഭവിഷ്യത്തുകളെ കുറിച്ചാണ് നിങ്ങൾ അന്വേഷിക്കേണ്ടത് എന്ന് താൽപര്യം. ആ ദിവസം ആസന്നഭാവിയിൽ വന്നെത്തുമെന്ന കാര്യം ഉറപ്പായതുകൊണ്ട് അത് സംഭവിക്കുമ്പോൾ അവരിലുണ്ടാകുന്ന പ്രതികരണങ്ങളെപ്പറ്റി ഭൂതകാല രൂപത്തിൽ അള്ളാഹു പ്രസ്താവിക്കുന്നു.